മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എന്ന് പറയാൻ പോകുന്നത് നളചരിതമാണ്. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. മഹാഭാരത കഥ പറയുന്നത് തുടരുകയാണ്. ബൃഹദുശൻ എന്ന മഹർഷി വന്നപ്പോൾ യുധിഷ്ഠിരൻ പോയി വേഗം ആനയിച്ച് കൊണ്ടുവന്നു. യുധിഷ്ഠിരൻ തന്റെ സങ്കടങ്ങളെല്ലാം ബൃഹദുശ മഹർഷിയോട് പറയുകയാണ്. കൗരവർ എന്നെ കള്ളച്ചൂതിൽ തോൽപ്പിച്ചു. എന്റെ പ്രിയ പത്നിയെ സഭയിലിട്ട് വലിച്ചിഴച്ച് അപമാനിച്ചു. ഇപ്പോൾ ഇതാ തുകൽ ഉടുത്തുകൊണ്ട് ഞങ്ങളെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം കെട്ട രാജാവാണ്. അപ്പോൾ ബൃഹദശ മഹർഷി പറഞ്ഞു, യുധിഷ്ഠിര, നീ മാത്രമല്ല അങ്ങനെ. ഞാനിതാ ഒരു രാജാവിൻ്റെ കഥ നിന്നോട് പറയാൻ പോകുകയാണ്. നീ ശ്രദ്ധയോടെ കേൾക്കൂ. ധർമ്മജ, നിഷാദ രാജ്യത്ത് വീരസേനന്റെ പുത്രനായിരുന്നു നളൻ എന്ന രാജാവ്. ഈ നളൻ സദ്ഗുണ സമ്പന്നനായിരുന്നു. നിർഭാഗ്യവാനായി നിന്നേക്കാളേറെ ദുഃഖം അനുഭവിച്ച അവന്റെ കഥ ഞാൻ നിന്നോട് പറയാം. നളനെ പോലെ തന്നെ പരാക്രമിയും സദ്ഗുണ സമ്പന്നനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു വിദർഭ രാജ്യത്ത്. ആ രാജാവിന്റെ പേരായിരുന്നു ഭീമകൻ. ഈ ഭീമകന് ദമനൻ എന്ന മഹർഷിയുടെ സഹായത്താൽ 4 കുട്ടികൾ ഉണ്ടായി. ദമൻ, ധാന്തൻ, ദമനൻ, പിന്നെ ഒരു പുത്രിയും ദമയന്തി. ദമയന്തി ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയും സദ്ഗുണസമ്പന്നയുമായിരുന്നു. നളനാവട്ടെ സദ്ഗുണസമ്പന്നനും വീരശൂര പരാക്രമിയുമായിരുന്നു. ഇവരുടെ പരസ്പരമുള്ള ഗുണഗണങ്ങൾ ആളുകൾ പറഞ്ഞ് അവർ തമ്മിൽ അറിയുകയും അവർ തമ്മിൽ പ്രേമമുണ്ടാകുകയും ചെയ്തു. അനുരാഗം ജനിച്ചു. ഒരു ദിവസം പൂന്തോട്ടത്തിൽ കുറേ അരയന്നം. പൂന്തോട്ടത്തിൽ വന്ന അരയന്നങ്ങളിൽ ഒരെണ്ണത്തിനെ നളൻ പിടിച്ചു. അപ്പോൾ അരയന്നം കേണു. എന്നെ വെറുതെ വിടൂ. ഞാൻ അങ്ങയുടെ ആഗ്രഹം അവിടെ ചെന്ന് ദമയന്തിയോട് പറയാം. അങ്ങനെ നളൻ അവയെ വിട്ടു. അവ കൂട്ടത്തോടെ പറന്ന് ദമയന്തിയുടെ രാജ്യത്തെത്തി. ദമയന്തി ഇവയെ കണ്ടുപിടിക്കാൻ ചെന്നു. അപ്പോൾ അരയന്നങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നളന്റെ ഗുണഗണങ്ങൾ, ഇത്രയും സൗന്ദര്യമുള്ള ലക്ഷ്മി ദേവിയെ പോലെയുള്ള ദമയന്തിക്ക് ചേരുന്ന രാജാവാണ് നളൻ. അതുകൊണ്ട് നളനെ വിവാഹം കഴിച്ചോളൂ. നാൾക്ക് നാൾ ദമയന്തി മെലിഞ്ഞു വന്നു. നളനെ കുറിച്ചുള്ള ചിന്ത തന്നെ. ഭീമകന് ഇതെല്ലാം മനസ്സിലായി. ഭീമകൻ തൻ്റെ പുത്രിയായ ദമയന്തിയുടെ വിവാഹം നടത്താൻ, സ്വയംവരം നടത്താൻ തീരുമാനിച്ചു. ഇന്ദ്രനും വരുണനും അഗ്നിയും ഒക്കെ ദമയന്തിയെ സ്വയംവരം ചെയ്യാൻ വേണ്ടി പോകുന്നത് നളൻ കണ്ടു. നളനും ദമയന്തിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല സുന്ദരനായ നളൻ ഇവരിൽ അസൂയ ജനിപ്പിച്ചു. ഇവർ പറഞ്ഞു, ഹേ നളരാജാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദൂതിന് പോകണം. ദമയന്തിയോട് ചെന്ന് പറയണം, ഞങ്ങൾ ദേവന്മാർ വരുന്നുണ്ടെന്ന്. അപ്പോൾ നളൻ പറഞ്ഞു, ഞാൻ പത്നിയാക്കാൻ മോഹിച്ച പെണ്ണാണ് ദമയന്തി. അപ്പോൾ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ദൂതനാവുക? നളനോട് ഇവർ ശപഥം ചെയ്ത് വാങ്ങിയിരുന്നു. ഇനി പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ വാക്കനുസരിച്ച്, ശപഥമനുസരിച്ച് നളൻ കൊട്ടാരത്തിലെത്തി. ദ്വാരപാലകന്മാർ ഭയങ്കര ശക്തരാണ്. അവരെ കടന്നിട്ട് വേണം കൊട്ടാരത്തിലെത്താൻ. പക്ഷേ ദേവന്മാർ മായാശക്തി പ്രയോഗിച്ചു. അവിടെ ദ്വാരപാലകന്മാരൊന്നും നളനെ കണ്ടില്ല. നളൻ നേരെ കൊട്ടാരത്തിലേക്ക് പോയി. ദമയന്തി നളനെ കണ്ട് സ്തബ്ധയായി നിന്നു. ഇത്രയും സൗന്ദര്യമുള്ള ഒരു രാജാവോ? ഇന്ദ്രൻ, വരുണൻ, അഗ്നി, യമൻ, ഇവരിൽ ഒരാളെ നീ ഭർത്താവായി സ്വീകരിക്കണം. ഞാൻ ദൂതനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നളനാണ്. നളൻ ദമയന്തിയെ അറിയിച്ചു. ഹേ ദമയന്തി, ദേവന്മാർ നിന്റെ പ്രേമം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ തുച്ഛനായ എന്നെ നീ എങ്ങനെ വരിക്കും? ഞാൻ വെറും മനുഷ്യനല്ലേ. നീ ദേവന്മാരിൽ ഒരാളെ വരിച്ചുകൊള്ളുക. നളൻ ദമയന്തിയോട് പറഞ്ഞു. അപ്പോൾ ദമയന്തി ഒരു ഉപായം പറഞ്ഞു. അങ്ങ് സ്വയംവര മണ്ഡപത്തിലേക്ക് വരണം. ഞാൻ അങ്ങയെ വരിച്ചുകൊള്ളാം. അതിനായിട്ടാണല്ലോ ഞാൻ ഈ സ്വയംവരത്തിന് തയ്യാറായത്. അങ്ങനെ സ്വയംവര മണ്ഡപത്തിലേക്ക് നളനും പോകണമെന്നുള്ള കാര്യം നളൻ ദേവന്മാരെ അറിയിച്ചു. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, ശരി, സ്വയംവര മണ്ഡപത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ എല്ലാവരും സ്വയംവര മണ്ഡപത്തിലെത്തി. ദമയന്തി പോയി നോക്കുമ്പോൾ ഈ രാജാക്കന്മാർ, ദേവന്മാരെല്ലാവരും നളനടക്കം നളനെ പോലെ തന്നെ ഇരിക്കുന്നു. എല്ലാവരും നളനെ പോലെ ദമയന്തിക്ക് തോന്നി. എങ്ങനെ നളനെ തിരിച്ചറിയും? ദമയന്തി സങ്കടത്തോടുകൂടി ദേവന്മാരോട് ഇങ്ങനെ കേണപേക്ഷിച്ചു. ഞാൻ നളനെ സ്നേഹിക്കുന്നു.
കുറേ കാലങ്ങളായി നളൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞ് നളനെ ഞാൻ മനസ്സാ വരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ദേവന്മാരല്ലേ, നിങ്ങൾ നീതിപാലകരല്ലേ, അതുകൊണ്ട് എൻ്റെ പ്രിയതമനെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ ദേവന്മാർ തന്നെ അതിനൊരു ഉപായം ദമയന്തിക്ക് ഉപദേശിച്ചു. ദമയന്തി നോക്കുമ്പോൾ നിലത്തു മുട്ടുന്നില്ല കാലുകളൊന്നും. 4 പേരുടെ കാലുകൾ നിലത്തു മുട്ടുന്നില്ല. അവരുടെ ശരീരം വിയർക്കുന്നില്ല. അവരുടെ കണ്ടത്തിലെ പൂമാല വാടുന്നില്ല. അവരാണ് ദേവന്മാർ. നളന്റെ ശരീരം വിയർത്തിരിക്കുന്നു. നളന്റെ പൂമാല വാടിയിരിക്കുന്നു. നളന്റെ കാലുകൾ നിലത്തുമുട്ടും. നളനാണ് മനുഷ്യൻ. അങ്ങനെ തിരിച്ചറിയുകയും നളനെ കല്യാണം കഴിക്കുകയും ചെയ്തു. ദുഷ്ടരായി അവർ കുറേ കാലം കഴിഞ്ഞു. അവർക്ക് 2 മക്കളുണ്ടായി, ഇന്ദ്രസേനനും ഇന്ദ്രസേനയും. അങ്ങനെ ഒരു ദിവസം കലി വരികയാണ്. കലിയും ദമയന്തിയെ പ്രേമിച്ചിരുന്നു. കലിക്ക് സ്വയംവര മണ്ഡപത്തിൽ എത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ ദമയന്തിയുടെ കല്യാണം കഴിഞ്ഞുപോയി. ഇതിൽ കോപിഷ്ഠനായ കലി നളന്റെ മേലെ പ്രവേശിച്ചു. എന്നിട്ട് പുഷ്കരനുമായി ചൂതുകളി നടത്തി കലിയുടെ സാമീപ്യത്താൽ നളൻ തോറ്റു. നളന്റെ സർവ സ്വത്തുക്കളും പുഷ്കരന് പണയം വെച്ചു. എന്നിട്ടും കലി നളന്റെ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞുപോയില്ല. നഗ്നനായാണ് നളൻ കാട്ടിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞത്. ദമയന്തിയും ഒപ്പം പോയി. ഞാൻ അങ്ങയെ ഉപേക്ഷിക്കില്ല. ഞാൻ പതിവ്രതയായ പത്നിയാണ്. അങ്ങയുടെ ദുഃഖത്തിലും സുഖത്തിലും ഞാൻ ഭാഗമാകും. അതുകൊണ്ട് അങ്ങയെ ഉപേക്ഷിച്ച് ഞാൻ പോയില്ല. കാട്ടിൽ ദമയന്തിയും പോയി. അങ്ങനെ പോയി ഒരു ദിവസം കാട്ടിൽ നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു. ദമയന്തി എൻ്റെ കൂടെ നടന്നാൽ അവൾ പട്ടിണിയാകും, അവൾ ദുഃഖിതയാകും, അവൾ എങ്ങനെയെങ്കിലും അവളുടെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകട്ടെ എന്നും പറഞ്ഞ് കാട്ടിൽ അവളെ ഉറക്കിക്കിടത്തി അവളുടെ പാതി വസ്ത്രം എടുത്തു ധരിച്ച് നളൻ പോകുകയാണ് ഉണ്ടായത്. തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് കാട്ടിലൂടെ അലഞ്ഞു നടന്ന ദമയന്തി പല അപകടങ്ങളിലും പെട്ടു. പാമ്പ് ദമയന്തിയെ വിഴുങ്ങാനിരുന്നു. കാട്ടാളൻ വന്ന് രക്ഷിച്ചു. കാട്ടാളൻ അവളെ കാമാവേശത്തോടെ സമീപിച്ചു. അവൾ കാട്ടാളനെ ശപിച്ചു കൊന്നു. നളൻ ദമയന്തിയെ ഉപേക്ഷിച്ച് കുറേ ദൂരം പോയപ്പോൾ അവിടെ കാട്ടുതീ പടരുന്നത് കണ്ടു. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് ആരോ ചുരുണ്ടുകൂടി കിടന്ന് പറയുന്നു. നളൻ ചെന്ന് നോക്കുമ്പോൾ കാർക്കോടകനാണ്. സർപ്പം, ഉഗ്രവിഷസർപ്പം. കാർക്കോടകൻ ഇങ്ങനെ അപേക്ഷിച്ചു. കാർക്കോടകനെ നളൻ രക്ഷിച്ചു. കാർക്കോടകൻ എന്ന വിഷസർപ്പത്തെ നിലത്തിട്ടുകൊണ്ട് അഗ്നിയിൽ നിന്നും പുറത്തിട്ടുകൊണ്ട് നളൻ നിന്നു. നളനോട് നടക്കാൻ പറഞ്ഞു. നടക്കുമ്പോൾ എണ്ണാൻ പറഞ്ഞു. ദശ എന്ന് പറഞ്ഞപ്പോൾ ദംശിക്കുക എന്നതാണ് വാക്കിന്റെ അർത്ഥം. കാർക്കോടകൻ നളനെ ദംശിച്ചു. കാർക്കോടകന്റെ ദംശനമേറ്റ നളൻ ആകെ രൂപം മാറി കറുത്ത് കരിക്കട്ട പോലെയായി, വിരൂപനായി. നളൻ ദുഃഖിച്ചു. അപ്പോൾ കാർക്കോടകൻ പറഞ്ഞു, അങ്ങയുടെ മേലെ കലിയുണ്ട്. ഈ കലിയെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ അങ്ങയെ ഇപ്പോൾ ഈ രൂപത്തിൽ വിടുന്നത്. അങ്ങ് ഇതിൽ ദുഃഖിക്കണ്ട. അങ്ങയുടെ നല്ല കാലം വരുമ്പോൾ അങ്ങയുടെ രൂപം തിരിച്ചു കിട്ടും. എൻ്റെ ഈ വിഷമേറ്റ് കലി ദുഃഖിക്കും. കലിക്ക് അവിടെ കിടക്കാൻ കഴിയുകയും ഇല്ല. കലി താമസിയാതെ ഒഴിഞ്ഞുപോയിക്കൊള്ളൂ. നളന്റെ കഥ നളചരിതമായി കഥകളിയിൽ അവതരിപ്പിക്കാറുണ്ട്. നളന്റെ കഥ കേൾക്കുന്നതും പറയുന്നതുമെല്ലാം സർപ്പദർശനത്തിൽ നിന്നും നമ്മെ അകറ്റുമെന്ന് പണ്ടത്തുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാർക്കോടകൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വിഷമേറ്റ് അങ്ങയെ ആവേശിച്ചിരിക്കുന്ന കലി വളരെ ദുഃഖിക്കും. എന്നെ രക്ഷിച്ച അങ്ങയ്ക്ക് ഹിംസ്രജീവികളിൽ നിന്നോ ബ്രഹ്മജ്ഞരിൽ നിന്നോ ഭയം ഉണ്ടാവുകയില്ല. ഏത് യുദ്ധത്തിലും അങ്ങയ്ക്ക് തന്നെ വിജയമുണ്ടാകും. ഇനി അങ്ങ് ബാഹുകൻ എന്ന പേര് മാറ്റിക്കൊണ്ട് ചൂതുകളിയിൽ വിരുദ്ധനായ ഋതുപർണന്റെ രാജധാനിയായ അയോധ്യയിൽ പോകണം. ഋതുപർണന് അങ്ങ് കുതിരകളെ മെരുക്കുന്ന വിദ്യ ഉപദേശിക്കണം. പകരമായി ഋതുപർണൻ അങ്ങയ്ക്ക് ചൂതുകളിയുടെ രഹസ്യം ഉപദേശിച്ചു തരും. അതറിഞ്ഞു കഴിയുമ്പോൾ അങ്ങയ്ക്ക് നഷ്ടപ്പെട്ട വൈഭവമെല്ലാം വീണ്ടും കിട്ടും. പഴയ രൂപം വേണമെന്ന് തോന്നുമ്പോൾ എന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ തരുന്ന ഈ വസ്ത്രം അണിഞ്ഞുകൊള്ളുക. മകളുടെ വിഷമാവസ്ഥകളെല്ലാം മനസ്സിലാക്കിയ ഭീമകൻ ദമയന്തിയെ തിരയാൻ ആളെ വിട്ടിരുന്നു. അങ്ങനെ ദമയന്തിയെ കൊട്ടാരത്തിൽ നിന്നും കണ്ടെത്തി. ഒരു രാജമാതാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും കണ്ടെത്തി. ഭൈമിയെ, ഭീമകന്റെ മകളായതുകൊണ്ടാണ് ദമയന്തിയെ ഭൈമി എന്ന് പറയുന്നത്. ഭൈമിയെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ദ്രസേന എന്നീ മക്കളോടൊപ്പം ഭൈമി
അവിടെ സുഖമായിട്ട് തന്നെ കഴിഞ്ഞു. എങ്കിലും അവൾ ഭർത്താവിൻ്റെ കാണാത്തതിലുള്ള ദുഃഖത്താൽ അങ്ങനെ അലഞ്ഞു നടന്നു. എല്ലാവരോടും ചോദിച്ചു കൊണ്ടേയിരുന്നു. ഭീമകനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ എത്രയും വേഗം എനിക്ക് കണ്ടുപിടിച്ചു തരണം. അപ്പോഴാണ് നളൻ കുതിരകളെ മേയ്ക്കുന്ന വിവരം അറിഞ്ഞത്. തുടർന്ന് അവൾ രണ്ടാം സ്വയംവരത്തിനൊരുങ്ങി. ഇത് നളനും അറിഞ്ഞു. നളന് ദുഃഖം തോന്നി. എൻ്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ തേർതെളിച്ചുകൊണ്ട് ബാഹുകൻ എന്ന നളൻ കൊട്ടാരത്തിലെത്തുകയാണ്. ഋതുപർണൻ ഭൈമിയെ സ്വന്തമാക്കാൻ വേണ്ടി സ്വയംവരത്തിന് തയ്യാറായി തേരാളിയായി നളനെ വെച്ചുകൊണ്ട് വരികയാണ്. എല്ലാം ദമയന്തി അറിഞ്ഞു കഴിഞ്ഞു. അവൾ ദാസിയെ വിട്ട് അത് നളനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തുടർന്ന് ദമയന്തിയും നളനും വീണ്ടും ഒന്നാവുകയാണ്. തൻ്റെ മക്കളെ തിരിച്ചറിയുകയും ദമയന്തിയെ വീണ്ടെടുക്കുകയും ചൂതുകളിയിൽ പുഷ്കരനെ വീണ്ടും തോൽപ്പിക്കുകയും എല്ലാം തിരിച്ചുപിടിക്കുകയും ചെയ്യുകയാണ് നളൻ. യുധിഷ്ഠിരനോട് ബൃഹദ്വശ മഹർഷി ഇങ്ങനെ പറഞ്ഞു, യുധിഷ്ഠിര, നീ ഒറ്റയ്ക്കല്ല, നിനക്ക് സഹോദരന്മാരുണ്ട്. നിന്റെ കൂടെ എല്ലാം അനുഭവിക്കാൻ നിന്റെ പത്നിയുമുണ്ട്. അതുകൊണ്ട് നീ നളനെ കണ്ടുപഠിക്കുക. നളൻ എല്ലാം നേരിട്ടത് ഒറ്റയ്ക്കായിരുന്നു. നളനെ പോലെ തന്നെ നിന്റെയും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറുക തന്നെ ചെയ്യും. നീ വീണ്ടും ചക്രവർത്തിയായി വാഴുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബൃഹദ്വശ മഹർഷി അവിടെ നിന്നും അപ്രത്യക്ഷമായി. വനപർവ്വത്തിലെ തീർത്ഥയാത്രയുടെ മഹത്വം എന്ന ഭാഗവുമായി അടുത്ത ഭാഗത്ത് കാണാം. വനപർവ്വം വളരെ നീണ്ട ഒരു ഭാഗമാണ്. മഹാഭാരത കഥകൾ തുടരുകയാണ്. കാത്തിരിക്കുമല്ല.